എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ ഒരുപാട് നാളത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ടെസ്ല ഇന്ത്യയിലേക്ക് വരികയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ നോക്കുന്നൊരു വാർത്തയാണ് ടെസ്ല ഇന്ത്യയിലേക്ക് വരുമോ എന്നൊക്കെ ഉള്ളതല്ല. ഒരുപാട് ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ഇതിനിടയിൽ പല അഭ്യൂഹങ്ങളും ചെറിയ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്നും പറഞ്ഞ്. അങ്ങനെ ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്നും പറഞ്ഞ്. എന്നാൽ ഇപ്പോൾ ഈ വാർത്ത അങ്ങനെയൊന്നുമല്ല, 100% സ്ഥിരീകരിക്കാൻ പറ്റുന്ന അത്രത്തോളം ഉറപ്പുള്ളൊരു വാർത്തയാണ്. കാരണം സർക്കാർ തലങ്ങളിലാണ് ഇതിൻ്റെ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് ഇത്രയും കാലം ടെസ്ല ഇന്ത്യയിലേക്ക് വന്നില്ല? എലോൺ മസ്ക് തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വർഷം 2021 യൂട്യൂബറായിട്ടുള്ള മദൻ ഗൗരി ട്വിറ്ററിൽ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തെന്നാൽ, ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു വിദേശ നിർമ്മിത ഇലക്ട്രിക് കാർ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി അഥവാ ഇറക്കുമതി ടാക്സ്, നികുതി എന്നുള്ളത് 110%. അത്രത്തോളം ഉയർന്ന ടാക്സ് കൊടുത്താൽ മാത്രമേ ഒരു വിദേശ കമ്പനിക്ക് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പൈസ പോകുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 40 ലക്ഷം രൂപയുടെ ഒരു ടെസ്ലയാണ് നിങ്ങൾ മേടിക്കുന്നതെന്ന് വയ്ക്കുക. നിങ്ങൾ അമേരിക്ക 40 ലക്ഷം കൊടുത്താൽ മതി. പക്ഷെ അത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് നിങ്ങൾ ഇന്ത്യയിൽ മേടിക്കുമ്പോഴേക്കും അതിന് 84 ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ, ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അത് കാര്യമായിട്ട് വർക്കൗട്ട് ആകത്തില്ല, ആരും മേടിക്കത്തില്ല, അത് ഫ്ലോപ്പ് ആവും. അപ്പോൾ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി അഥവാ ഇറക്കുമതി നികുതിയായിരുന്നു പ്രധാനമായിട്ടും എലോൺ മസ്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട്, ഇന്ത്യയിൽ പെട്രോൾ ആൻഡ് ഡീസൽ കാറുകളെയും ഇലക്ട്രിക് കാറുകളെയും ഒരുപോലെയാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ നോക്കിക്കാണേണ്ട ഒന്നാണോ? അല്ല. ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളത് ക്ലീൻ എനർജി വെഹിക്കിൾ ആണ്, ഭാവിയുടെ വാഗ്ദാനമാണ്. കാരണം പൊല്യൂഷൻ ഇല്ല, അല്ലേ? കാർബൺ എമിഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ടിനെയും ഒരുപോലെയല്ല നോക്കിക്കാണേണ്ടത്. ഗവൺമെന്റ് ഇലക്ട്രിക് വെഹിക്കിളിനെ പ്രോത്സാഹിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം. അങ്ങനെയൊന്നും ആ ഒരു സമയത്ത് ഇന്ത്യയിൽ കാര്യമായിട്ടില്ല. രണ്ടിനെയും ഒരുപോലെ നോക്കിക്കാണുന്നുണ്ടെങ്കിൽ പിന്നെന്താണ്? അപ്പോൾ ഇതിന് കൂടുതൽ പരിഗണന കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു എലോൺ മസ്ക് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ ഇത് സംഭവ്യമായത്? അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്നുള്ളത്. മറ്റൊന്നുമല്ല, ഒരു 3 പേരുടെ കൂടിക്കാഴ്ചയിൽ നിന്നാണ് ഈ ഒരു വലിയ മാറ്റം ഉടലെടുത്തിരിക്കുന്നത്. വലിയ മാറ്റം എന്ന് വിശേഷിപ്പിച്ചത് ഈ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്നല്ല, അതിന്റെ പിന്നിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി അടക്കം മാറ്റിയിട്ടുണ്ട്. വലിയ മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ 3 പേര് മറ്റാരുമല്ല, ഒന്ന് നമ്മളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്, രണ്ടാമത്തത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്, മൂന്നാമത്തത് എലോൺ മസ്ക് ആണ്. ഈ 3 പേരും കൂടെ പരസ്പരം കാണുകയാണ്. ആ ഒരു മീറ്റിംഗിൽ നിന്നാണ് ഇത്രയും വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എലോൺ മസ്ക് പറഞ്ഞ കാര്യമാണ്, ഐ ആം എ ഫാൻ ഓഫ് മോദി, ഞാൻ മോദിയുടെ ആരാധകനാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇത്രയും കാലം എന്തുകൊണ്ടാണ് ടെസ്ല ഇന്ത്യയിലേക്ക് വരാതിരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് കാലാകാലങ്ങളായിട്ട് ഇത്രയും വലിയ ഇറക്കുമതി നികുതി ചുമത്തി പോന്നിരുന്നത്. അത് ഇലക്ട്രിക് കാറുകൾക്ക് 110%, മറ്റു കാറുകൾക്ക് 110 മുതൽ 165% വരെയൊക്കെ വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 3 പേരുടെ കൂടിക്കാഴ്ച, അതുപോലെ ഗവൺമെൻറ് മാറ്റം വരുത്താൻ പോകുന്ന പുതിയ EV പോളിസി, അതുപോലെ ഈ ഒരു ടെസ്ലയുടെ വരവ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിലേക്കുള്ള ടെസ്ലയുടെ എൻട്രി മാർക്കറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയാം. മാർക്കറ്റിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഗുണകരമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെ മാസാമാസം 2000 പോലുള്ള ചെറിയ തുകകൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കും മെഡ്ലൈഫും ചേർന്ന് പുറത്തിറക്കുന്ന പുതിയ NFO PNB മെഡ്ലൈഫ് നിഫ്റ്റി 500 മൊമെന്റം 50 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ മാസം 28 തീയതി വരെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് വെറും 4 ദിവസം കൂടി മാത്രം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 500 മൊമെന്റം 50യുടെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ ശരാശരി റിട്ടേൺസ് നോക്കുവാണെങ്കിൽ അത് 29.8%, 22.1%. അതായത് വർഷം 2014 നിങ്ങൾ ഈ ഇൻഡെക്സിൽ ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്കപ്പുറം വർഷം 2024 അത് 74 ലക്ഷം രൂപയായേനെ. പിന്നെ ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാനുള്ള ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന് 100% ഗ്യാരണ്ടി ലഭിക്കും. NRI ആയിട്ടുള്ളവർക്ക് മാസം 18,000 രൂപ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ മന്ത്ലി പ്രീമിയം തുകയുടെ 120 മടങ്ങ് വരെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലൈഫ് കവർ ആയിട്ട് ലഭിക്കും. മാത്രമല്ല വർഷം 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് അതിൽ നിന്നുള്ള ലാഭത്തിന് നികുതി കൊടുക്കേണ്ടതുമില്ല. എന്തായാലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. ടെസ്ല ഇന്ത്യയിലേക്ക് രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇത്രയും കാലം രംഗപ്രവേശനം ചെയ്യാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ചുമത്തപ്പെടുന്നത് അത്രത്തോളം ഇറക്കുമതി ടാക്സ് ആണ്, ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കാലാകാലങ്ങളായിട്ട് ഇത്രയും വലിയൊരു നികുതി ഇതിന്റെ മേൽ
മേൽ ചുമത്തപ്പെടുന്നത്. ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിന്, ഇലക്ട്രിക് കാറുകളിന് 110% പക്ഷേ മറ്റ് പെട്രോൾ ആൻഡ് ഡീസൽ കാറുകളിൽ എത്രയാണെന്നറിയാമോ? 110 മുതൽ 165% വരെയൊക്കെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് 40 ലക്ഷത്തിൻ്റെ ഒരു വിദേശ പെട്രോൾ കാർ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ മേടിച്ച് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഇറക്കുമതി ടാക്സ്, ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് മാത്രം കൊടുക്കേണ്ടി വരുന്നത് 150% വെച്ച് കൂട്ടിയാൽ എത്രയാണ്? 60 ലക്ഷമാണ്. അതായത് 40 ലക്ഷമേ കാറിനുള്ളൂ, പക്ഷേ നിങ്ങൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് മാത്രം കൊടുക്കേണ്ടി വരുന്നത് 60 ലക്ഷം. 1 കോടി നിങ്ങൾ ടോട്ടൽ കൊടുക്കണം 150% വെച്ച് കൂട്ടുവാണെങ്കിൽ. പിന്നെ മറ്റ് റോഡ് ടാക്സുകൾ, ഇൻഷുറൻസ്, ബാക്കിയെല്ലാം അതിൻ്റെ മുറയ്ക്ക് കൊടുക്കുകയും വേണം. അതിൻ്റെ ആഡംബര വാഹനത്തിന് നികുതി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ വഴിക്ക് പോകും. പക്ഷേ ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രം ഇത്രയും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. അതുകൊണ്ട് തന്നെ കോടാനുകോടീശ്വരന്മാർ ആണ് ഇങ്ങനത്തെ കാറുകളൊക്കെ മേടിക്കാറുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇറക്കുമതി കാറിന്മേൽ ഭീകരമായിട്ടുള്ള നികുതി ചുമത്തിയെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സ്വദേശിവൽക്കരണമാണ്. സ്വദേശിവൽക്കരണം എന്ന് ഇവിടെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ജസ്റ്റ് ഒറ്റ പോളിസി അല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റുകളിലൊക്കെ പോയിട്ടുണ്ടോ? അതായത് നമ്മൾ കാറിൻ്റെ എൻജിൻ, ഓക്കെ, കാറിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകളൊക്കെ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നു, മറ്റ് സീറ്റുകൾ മറ്റൊരു സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്, ഡീലർമാരുണ്ട്, മറ്റ് വർക്ക്ഷോപ്പുകാരുണ്ട്. അതായത് ഒരു കാറുമായി ബന്ധപ്പെട്ട്, അല്ല കാറ് പോട്ടെ മറ്റ് വാഹനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ജീവനക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അതായത് ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്രത്തോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ വലിയൊരു എക്കോണമിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത്രത്തോളം സാമ്പത്തിക മേഖലയ്ക്കാണ് ഗുണം ചെയ്യുന്നത്. മാത്രമല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയാണ്. ഇത് എവിടെയാണ് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത്? നമ്മളുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെയാണ്. അതായത് നിങ്ങൾ മഹീന്ദ്രയിൽ കൊണ്ട് കാശ് കൊടുക്കുന്നു, അത് മഹീന്ദ്ര കമ്പനിക്കാണ് പോകുന്നത്, അത് വേറെ രാജ്യത്തോട്ടൊന്നും പോകുന്നില്ല. അത് ഇവിടെ തന്നെ അവരുടെ മഹീന്ദ്ര എന്താ ചെയ്യുന്നത്? ആ പൈസ എടുത്തിട്ട് അവരുടെ ജീവനക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നു, ശമ്പളമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു വ്യക്തികൾ മറ്റ് സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ കാശ് കിടന്ന് കറങ്ങുന്നതല്ലേ. അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഡോർ സ്റ്റെപ്പ് ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ. ഒരുപാട് പേര് വീട്ടിൽ വന്ന് കാർ വാഷിങ്, അപ്പോൾ കാർ വാഷിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ജോലികളാണ്, ഒരുപാട് ക്യാഷ് ഫ്ലോ ആണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെയാണ്, ഇവിടെയുള്ള ആൾക്കാരുടെ ഇടയിലൂടെയാണ് അത് കൈമറിഞ്ഞ് പോകുന്നതല്ലേ. പക്ഷേ ഒരു വിദേശ നിർമ്മിത കാർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രോസസ്സുകൾ ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. നേരെ നമ്മൾ ആ തുക മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഇവിടെയുള്ള ആർക്കും കിട്ടുന്നില്ല, ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നില്ല, നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നില്ല, നമ്മളുടെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നില്ല, ഒന്നുമില്ല. നേരെ ഒരു 1 കോടിയുടെ കാറാണെങ്കിൽ 1 കോടി പണം മറ്റു രാജ്യത്തേക്ക് പോകുന്നു. അവർക്ക് ഗുണമാണ്, കാരണം വിദേശ നാണ്യം കൂടും. നമുക്കത്രയും നഷ്ടമാണ് സംഭവിക്കുക അല്ലേ. അപ്പോൾ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്, ഒരു പരിധിവരെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും ഒരു കാർ നിർമ്മാണ യൂണിറ്റിലൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അത്രത്തോളം പേരാണ് അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. അത് നിർമ്മാണ യൂണിറ്റ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സീറ്റൊക്കെ റിപ്പയർ ചെയ്യുന്ന, സീറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കടയുണ്ടല്ലോ, അപ്ഹോൾസ്റ്ററി ജോബ്സ്. അപ്പോൾ അവരൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങളാണ് കഴിയുന്നത്. അവിടെയാണ് ക്യാഷ് ഫ്ലോ സംഭവിക്കുന്നത്. പക്ഷെ അതിനെല്ലാം തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ഈ വിദേശത്തേക്ക് പണം പോകുക എന്നുള്ളത്. അപ്പോൾ അതിന് തടയിടാനാണ് ഗവൺമെന്റ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഈ മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരുടെ കൂടിക്കാഴ്ചയാണ്. അതായത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറുകയാണ്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജിയും കൂടെ ഒരു കൂടിക്കാഴ്ച നടത്തിയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിസ് ഈസ് അൺഫെയർ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ട്രംപ് ചോദിച്ച ചോദ്യം എന്തെന്നാൽ, നിങ്ങളുടെ രാജ്യത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കാറ്, അത് കാറ് മാത്രമല്ല ഇപ്പോൾ ഫോണുകൾക്കും ഒക്കെ ബാധകമാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ രാജ്യത്ത് നിർമ്മിച്ചിട്ടുള്ള കാറ് അമേരിക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അതിന്മേൽ ഈ കഴുത്തർപ്പൻ നികുതി ചുമത്തുന്നുണ്ടോ? ഇല്ല. സാധാരണ നമ്മുടെ രാജ്യത്തുള്ള കാറുകൾക്ക് ചുമത്തുന്ന നികുതി മാത്രമേ അതിനും ചുമത്തുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കാർ, ഇപ്പോൾ ടെസ്ല പോലുള്ളൊരു കാറ് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് കയറ്റുമതി ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ മേൽ ചുമത്തുന്നത് കഴുത്തറക്കുന്ന നികുതിയാണ്. ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇത് ഫെയർ അല്ല, അൺഫെയർ ആണ് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഓക്കെ പെട്ടെന്ന് ശരിയാണല്ലോ പറയുന്നത്. അതായത് ഇന്ത്യൻ കാർ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നികുതിയില്ല. പക്ഷേ അമേരിക്കൻ കാർ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള നികുതിയല്ലേ. പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റൊരു ലോജിക്കലായിട്ട് നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വിദേശ കാറുകളോട് ക്രൈസുകളുണ്ട്. കാരണം ഇപ്പോൾ ടെസ്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൈസാണ്. അതുപോലെ തന്നെ പോർഷെ, ബുഗാട്ടി, ലാംബോർഗിനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഓടിക്കാനും അത് മേടിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ എത്ര അമേരിക്കക്കാർക്ക് ഇവിടുത്തെ ടാറ്റ, എനിക്ക് ടാറ്റ വേണം, എനിക്ക് മഹീന്ദ്ര വണ്ടി ഓടിക്കണം എന്നും പറഞ്ഞ് നടപ്പുണ്ടായിരിക്കും? ഇല്ല. അപ്പോൾ ഇവിടുന്ന് കയറ്റി അയക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് ഇന്ത്യൻ
ഇന്ത്യൻ വാഹനങ്ങൾക്ക് അവിടെയുള്ള ആവശ്യക്കാരെന്ന് പറഞ്ഞാലും വളരെ കുറച്ചാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത്രത്തോളം ആവശ്യക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ട്രംപ് പറയുന്ന പോലെ അല്ലാതെ നമുക്കേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ട്രംപ് ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇതിനുശേഷമാണ് മറ്റൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. മറ്റാരുമല്ല, സാക്ഷാൽ എലോൺ മസ്ക് തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് മോദിജിയെ കാണുകയാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഐ ആം എ ഫാൻ ഓഫ് മോദി, ഞാൻ മോദിയുടെ ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് മോദിജിയെ വലിയ കാര്യമൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം കുടുംബമായിട്ട് വന്ന് മോദിജിയെ കാണുകയാണ്, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഈ 3 പേരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും കമ്പനിയാണ്. എലോൺ മസ്കിന് അവിടെ എന്തോ പോസ്റ്റും സ്ഥാനവും ഒക്കെ ആ ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരും നല്ല സൗഹൃദത്തിലുള്ള വ്യക്തികളാണ്. ഈ 3 പേരുടെയും ഇടയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ് ഈ ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനത്തിന് വഴിവെച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ കുറയ്ക്കാൻ പോവുകയാണ്. പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരികയാണ്. അത് സസ്റ്റൈനബിലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ പൊല്യൂഷൻ ഇല്ലാത്ത വെഹിക്കിൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസിയിൽ പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഒരു വിദേശ ഇലക്ട്രിക് കാർ, ഉദാഹരണം ടെസ്ല എടുക്കുക. നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രം 110%. അതായത് 40 ലക്ഷത്തിൻ്റെ ഒരു ടെസ്ലയാണ് മേടിക്കുന്നതെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് മാത്രം 44 ലക്ഷം കൊടുക്കണം. അങ്ങനെ തന്നെ അതിൻ്റെ പ്രൈസ് 84 ലക്ഷം രൂപയാകും. പിന്നെ അതിനോടൊപ്പം റോഡ് ടാക്സ്, മറ്റ് ഇൻഷുറൻസ് എല്ലാം കൂടെ മറ്റൊരു വലിയ തുകയാകും അല്ലേ. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ 110% എന്നുള്ളത് നമ്മളുടെ ഗവൺമെന്റ് വെട്ടുകയാണ്. അത് എത്ര ശതമാനത്തിലേക്ക് ആക്കാൻ പോകുന്നു നിങ്ങൾക്കറിയാവോ? ഇപ്പോൾ നമ്മൾ വിചാരിക്കും 80 അല്ലെങ്കിൽ 60, ഒരിക്കലുമല്ല, കേവലം 15% ആക്കാൻ പോവാണ്. അതായത് ഒരു ടെസ്ല ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ 110% കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് 15% മാത്രം കൊടുത്താൽ മതി എന്നുള്ളൊരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഇറക്കുമതി ചെയ്യുന്ന വാഹനത്തിന്റെ വില $35,000 മുകളിലായിരിക്കണം. അതായത് 30 ലക്ഷത്തിന് മുകളിലായിരിക്കണം. തീർച്ചയായിട്ടും ആഡംബര വാഹനങ്ങൾക്ക് അതൊക്കെ ഏറ്റവും ബേസ് പ്രൈസ് ആണ്. അതുകൊണ്ട് അതിന്റെ മുകളിൽ വരുന്ന വാഹനങ്ങളും ടെസ്ല കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി ഇമ്പോർട്ട് ചെയ്യുന്നതിന് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വർഷത്തിൽ 8,000 വാഹനങ്ങളാണ് ഈ ഒരു 15% റിബേറ്റിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക, ആ ഒരു കമ്പനിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ടെസ്ല ആണല്ലോ വരുന്നത്. ടെസ്ലയ്ക്ക് ആദ്യത്തെ വർഷത്തിൽ 8,000 ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തിൽ 8,000 ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരിക്കും ഈ സിസ്റ്റം പോവുക. ഇതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ടും ആ ഒരു കാർ കമ്പനി, ഇപ്പോൾ ടെസ്ല ആണെങ്കിൽ ടെസ്ല ഇന്ത്യയിൽ 4,150 കോടിയുടെ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇനി അടുത്ത കണ്ടീഷൻസ് എന്നുള്ളത്, ആ ഒരു ഇമ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി 2ാം വർഷത്തിൽ ഈ കമ്പനി ഇന്ത്യയിൽ 2,500 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാകണം. അത് 3ാം വർഷത്തിൽ 5,000 കോടിയും 4ാം വർഷം വരുമ്പോൾ അത് 7,000 കോടിയായിട്ട് ഉയർത്തിയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 8,000 കാറുകളാണ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നോളും. എന്തായാലും ഈ 4ാം വർഷം എത്തുമ്പോഴേക്കും 7,500 കോടിയുടെ ടേൺ ഓവറാണ് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് 3 വർഷത്തിനുള്ളിൽ, അതായത് ഇമ്പോർട്ടിങ് ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ ആ കമ്പനി ഇന്ത്യയിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ ഒരു യൂണിറ്റ്, അതായത് കാർ നിർമ്മാണ കേന്ദ്രം ഇന്ത്യയിൽ തുടങ്ങിയിരിക്കണം. ഒരെണ്ണമെങ്കിലും തുടങ്ങിയിരിക്കണം എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇവിടെ കണ്ടീഷൻസ് ഇല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും ഇമ്പോർട്ട് തുറന്നു കൊടുക്കാൻ പറ്റില്ല 15%. കാരണം ഒരുപാട് കുത്ത കമ്പനികൾ ചാർവർ ഇമ്പോർട്ട് ചെയ്ത്, കാരണം ഇന്ത്യ എന്നുള്ളത് ഏറ്റവും വലിയ മാർക്കറ്റാണ്. ലോകത്തെ ഏത് കമ്പനിയെ സംബന്ധിച്ചും 140 കോടി അതിന് മുകളിൽ കാണും ഇപ്പോൾ ഒരു പക്ഷേ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, അതും എല്ലാം കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഒരുപാട് കുത്ത കമ്പനികൾ വന്ന് ഇവിടെ കളിക്കും. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇമാതിരി കണ്ടീഷൻസ് വെച്ചിരിക്കുന്നത്. അവരെന്തെങ്കിലും കാണിച്ചാൽ പോലെ കൃത്യമായിട്ട് വാല്യൂ ഉയർത്തി ടേൺ ഓവർ ഉയർത്തി ഒക്കെ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ 4,000 കോടിയുടെ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഇതൊക്കെ വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. കാരണം 15% ഇമ്പോർട്ട് ഡ്യൂട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് വെട്ടിച്ചുരുക്കി ആ ഒരു ലെവലിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസിയിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് FAME 2 ആണ്, ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അതായത് നമ്മുടെ രാജ്യം, ഇപ്പോൾ എലോൺ മസ്ക് പണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യം ഈ ഒന്ന് പെട്രോൾ ആൻഡ് ഡീസൽ കാറിനെയും ഇലക്ട്രിക് കാറുകളെയും ഒരുപോലെയാണ് നോക്കി കാണുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥമില്ല. കാരണം ഇലക്ട്രിക് കാറുകൾ എന്നുള്ളത് നമ്മുടെ പരിസ്ഥിതിക്ക്, കാരണം ഡൽഹിയിലേക്ക് പൊല്യൂഷൻ അറിയാലോ അല്ലേ. അപ്പോൾ അത്രത്തോളം വിനാശകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് കാറുകളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗമാണ്. പക്ഷേ എലോൺ മസ്കിന് തെറ്റിയ ഒരു സംഭവമുണ്ട്. ഗവൺമെന്റ് കുറെ കാലമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ മേടിക്കണമെങ്കിൽ സബ്സിഡിയും ഇലക്ട്രിക് കാറിലും സബ്സിഡിയും ഒക്കെ കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ പക്ഷേ അത്രയല്ലേ നമുക്ക് വേണ്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വേണം. അതിനാണ് ഗവൺമെന്റിന്റെ ഈ ഒരു FAME 2 എന്ന് പറയുന്ന പദ്ധതി. ഗവൺമെന്റ് ഇലക്ട്രിക് വാഹനങ്ങളെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ആൾക്കാർ കൂടുതൽ അത് പർച്ചേസ് ചെയ്യാൻ
ഗവൺമെൻറ് ശ്രമിക്കും പുതിയ ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ ഡൽഹിയിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷമേ ഒരു കാർ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, കേരളം പോലുള്ള സംസ്ഥാനത്തേക്ക് തട്ടും. ഇപ്പോൾ ഒരുപാട് ഡൽഹി രജിസ്ട്രേഷൻ കാറുകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നത് കാണില്ലേ. അപ്പോൾ അങ്ങനെയാണ് 15 വർഷം കഴിഞ്ഞാൽ കാർ പോലും അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡൽഹിയിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് ഇലക്ട്രിക് കാറുകൾ പുതിയ ഇൻസെൻറ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ, സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ കാർ മേടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തത് PLI ആണ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. അതായത് ഇലക്ട്രിക് കാറിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള ഒരു ഭാഗമാണ് ബാറ്ററി എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ബാറ്ററി നിർമ്മാണശാലകളൊക്കെ നമ്മുടെ രാജ്യത്ത് വരും. ഈ ഒരു ടെസ്ലയുടെ ആണെങ്കിൽ ടെസ്ലയുടെ തന്നെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാരണം ബാറ്ററി കേടാകുവാണെങ്കിൽ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ വേണ്ടേ. അങ്ങനെ ആ ഒരു കമ്പനികൾക്കും സബ്സിഡിയും ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ബാറ്ററി നിർമ്മാണ യൂണിറ്റുകളെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് തന്നെ കണ്ട് പരിഗണിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. 3 വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു നമുക്കറിയാം, പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കാറുകളും, ഏത് കാറുകളും മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ മുകളിൽ GST കൊടുക്കണമെന്നൊക്കെ അറിയാമല്ലോ. പക്ഷേ ഇലക്ട്രിക് കാറുകൾക്ക് GST കുറയ്ക്കുകയാണ്. വളരെ ലോവർ നിരക്കിലുള്ളൊരു GST ആയിരിക്കും ഇലക്ട്രിക് കാറുകളുടെ മേത്ത് ഇനി ചുമത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് മേടിക്കുന്നവർക്ക് ടാക്സ് ബെനിഫിറ്റും കൊടുക്കും. ഇപ്പോൾ നമുക്കറിയാം 80C 80D ഒക്കെ പ്രകാരം നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഓൾഡ് റെജിമിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രിക് കാറുകൾ മേടിക്കുന്നവർക്ക് ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഭവം നമ്മളുടെ ഗവൺമെൻറ് രൂപീകരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം സഹകരണമല്ല വേണ്ടത്, മറിച്ച് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും കാര്യമായിട്ടുള്ള സഹകരണം ഇവിടെ ആവശ്യമാണ്. കാരണം ഏതെങ്കിലും സംസ്ഥാനത്താണല്ലോ പ്ലാന്റുകൾ തുടങ്ങുന്നത്, നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെയാണ് പല കമ്പനികളുടെയും ഒരു കണ്ണുള്ളത്. കാരണം നല്ല എല്ലാം കൊണ്ടും നല്ല ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് കിട്ടും, പിന്നെ ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കണ്ണെന്ന് പറയുന്നത് പല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഉണ്ട്. എന്തായാലും ഏത് സംസ്ഥാനമാണെങ്കിലും ഇപ്പോൾ ആ ഒരു കമ്പനിക്ക് ടെസ്ലയ്ക്ക് അവിടെ ഭൂമി റെന്റിനെടുക്കുകയോ മേടിക്കുകയോ വേണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സഹകരണങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് മേടിക്കുന്നതിനുള്ള ടാക്സ് ഇളവുകൾ, അത് പെട്ടെന്ന് പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള, ലൈസൻസ് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, നടപടികളൊക്കെ ഉണ്ടാകണമല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാന സർക്കാരിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ടായിരിക്കും ഗവൺമെൻറ് ഈ ഒരു ഇനിഷ്യേറ്റീവായിട്ട് മുമ്പോട്ട് പോവുക. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ടെസ്ല പോലുള്ള ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഗുണവും ദോഷവുമാണ്. ഇപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ടും പറഞ്ഞോട്ടെ, ടെസ്ല മാത്രമല്ല ഇലക്ട്രിക് കാർ ടോപ്പായിട്ടുള്ളത്. BYD എന്ന് പറയുന്ന ഒരു കാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചൈനീസ് കാർ കമ്പനിയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ കാറുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ കാറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ടെസ്ല കടത്തി വെട്ടുന്ന കാറാണ്. നമുക്ക് ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് തലതൊട്ടപ്പനായിട്ട് നമ്മൾ കാണുന്ന ടെസ്ലയാണ്. പക്ഷേ BYDയെ പറ്റി അറിയാവുന്നവർ പറയില്ല. കാരണം BYD അതിനും അപ്പുറത്തുള്ള സംഭവമാണ്. ചൈനീസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ടെക്നോളജിയെ പല മേഖലയിലും കടത്തി വെട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന എന്നുള്ളത്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നു, ഡ്രൈവർ ഇല്ലാത്തൊരു കാർ വരുന്നു, നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കുന്ന ആ ഒരു സംവിധാനം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അത്രയും വലിയ ടെക്നോളജിയാണ് ചൈനയുടെ കയ്യിലുള്ളത്. എന്തായാലും ടെസ്ല അല്ല ഏറ്റവും ടോപ്പായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ടെസ്ല ഓക്കെ മെയിൻ ആണ്, BYD മെയിൻ ആണ്, രണ്ടും തുല്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഏതാണെന്ന് എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ടെസ്ല മാത്രമല്ല ടോപ്പായിട്ടുള്ളത്, BYDയും ഓക്കെയാണ്. എന്തായാലും ഈ ഒരു കാറുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഗുണകരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഭീകരമായിട്ടുള്ള ടാക്സ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്രയും വലിയ അധിക ചിലവൊന്നുമില്ലാതെ ഒരു സാധാരണ വ്യക്തിക്ക് കാർ സ്വന്തമാക്കാൻ കഴിയുന്നു. അതും ഐക്കോണിക് ആയിട്ടുള്ള ടെസ്ല, BYD പോലുള്ള കാറുകൾ ഇന്ത്യൻ നിരത്തിൽ അവർക്ക് ഓടിക്കാൻ പറ്റുകയാണ്. അത് അവരെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാകാം. മാത്രമല്ല ഈ ഒരു കാറുകൾ ഇന്ത്യൻ നിരത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് കാറുകൾ ഓടുന്നുണ്ട്. പക്ഷേ അതിനെ നോക്കിക്കാണുന്ന പോലെ അല്ല ഇന്ത്യൻ ജനത ടെസ്ല വരുമ്പോൾ നോക്കിക്കാണുന്നത്. കൂടുതൽ ആൾക്കാർ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ആകൃഷ്ടരാകും. ഇപ്പോൾ കാറുകൾ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഉണ്ടല്ലോ, അത് ഗണ്യമായിട്ടായിരിക്കും വർദ്ധിക്കാൻ പോകുന്നത്. ടെസ്ല പോലുള്ള കാറുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ടെസ്ലയിലേക്ക് മാറും. 35 ലക്ഷം പോലുള്ള തുകയ്ക്ക് ഒരു ഇന്ത്യക്കാരന് കിട്ടുന്നത് പ്രീമിയം ആയിട്ടുള്ള കാറാണ്. അതും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള, അല്ലെ, ഈ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, പുകയും കാർബൺ എമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഡൽഹിയിലൊക്കെ താമസിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം 15 വർഷം കഴിഞ്ഞിട്ട് കാറ് കൊടുക്കേണ്ട കാര്യമില്ല, പിന്നെ ഡൽഹിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ആശങ്കയില്ല, എന്ത് ചെയ്യണമെന്ന് ആശങ്കയില്ല, റീസെയിൽ വാല്യൂ നല്ലതുപോലെ ഉണ്ടാകും, തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അല്ലേ. പക്ഷേ ഇത് ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മറുവശത്ത് ഒരു ദോഷവുമുണ്ട്. ആ ദോഷം എന്ന് പറയുന്നത് നമ്മൾ കാലഘട്ടത്തിൻ്റെ മാറ്റമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് പണ്ട് CD കടകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിൽപ്പനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇപ്പോൾ എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം CD എന്ന് പറയുന്ന സിസ്റ്റം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. അതിന് മുമ്പ് കാസറ്റ് ആയിരുന്നു, അതിന് മുമ്പ് DVD പ്ലെയർ, VCR, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പുതിയ ടെക്നോളജിയും പുതിയ ആൾക്കാർ, കളിക്കളത്തിൽ പുതിയ കളിക്കാർ വരുമ്പോഴേക്കും പഴയ സംഭവങ്ങൾ ഫീൽഡ് ഔട്ട് ആകും, കോമ്പറ്റീഷൻ പിടിച്ച് നിൽക്കാൻ പറ്റാതെ. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലത്തെ ഒന്നായിട്ട് വേണം നോക്കിക്കാണാനായിട്ട്. അല്ലാതെ ടോട്ടലി ഒരു നെഗറ്റീവ് എന്നുള്ള സാധനമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഒരു കാർ ടെസ്ലയൊക്കെ വരുമ്പോഴേക്കും അത് പോകാൻ പോകുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം സെഗ്മെന്റ് ആയിരിക്കും. ഏറ്റവും വലിയ ആഡംബര കാറുകളുടെ പ്രീമിയം സെഗ്മെന്റ് അല്ല, മറിച്ച് നമ്മളിപ്പോൾ ഒരു
നമ്മൾ സ്കോഡയുടെയോ അല്ലെങ്കിൽ ടൊയാട്ടയുടെയോ ഒക്കെ തന്നെ ഏറ്റവും ടോപ്പ് അത്യാവശ്യം നല്ല ആഡംബര വേരിയൻറ്റിലെ ആ ഒരു വേരിയൻറ്റിലേക്കായിരിക്കും ഈ ടെസ്ല കൊണ്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിലവിൽ നമ്മുടെ ടാറ്റയും മഹീന്ദ്രയും ഒക്കെ ഇറക്കുന്ന ഇലക്ട്രിക് കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം സെഗ്മെന്റ് അല്ല, അതിന് താഴത്ത് നിൽക്കുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്. അപ്പോൾ നിലവിൽ ടെസ്ല ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും പ്രത്യക്ഷത്തിൽ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ ഇന്ത്യൻ കമ്പനീസ് ആയിട്ടുള്ള ഈ ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കൊന്നും വലിയ വെല്ലുവിളിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നം വരാൻ പോകുന്ന എവിടെയാണെന്നറിയാവോ? ഭാവിയിൽ നമ്മളുടെ ഈ കമ്പനീസ് എല്ലാം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കാനുള്ള പ്ലാനുകളുണ്ട്. ഇപ്പോൾ തന്നെ മഹീന്ദ്ര ഒരു കാർ ഇറക്കിയിട്ടുണ്ട്, മറ്റൊന്നുമല്ല മഹീന്ദ്ര BE60 ആണല്ലേ. അപ്പോൾ BE60 പോലുള്ള കാറുകൾ പ്രീമിയം ആയിട്ടുള്ള കാറുകളാണ്, അതിനായിരിക്കും ഈ ടെസ്ല വെല്ലുവിളിയാകാൻ പോകുന്നത്. BE6 ഒരു ഒറ്റ കാർ ഇറക്കിയിട്ടുള്ളൂ, ഇനി ഭാവിയിലേക്ക് ഒരുപാട് കാറുകളാണ് പ്ലാൻ ചെയ്യുന്നത് അവർ പ്രീമിയം ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലല്ലേ. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും ആ പ്രീമിയം നമ്മുടെ ടാറ്റ മഹീന്ദ്രയുടെ പ്രീമിയം ഇലക്ട്രിക് കാറുകൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ടെസ്ല BYD പോലുള്ള കാറുകളായിട്ടായിരിക്കും. ഇവിടെയാണ് നമ്മളുടെ ഇന്ത്യൻ കമ്പനിക്ക് ഒരു പ്രശ്നം വരുന്നത്. ടെസ്ലയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ്? ഡ്രൈവറിൻ്റെ സഹായമില്ലാതെ ഓടാൻ പറ്റുമെന്നുള്ളൊരു ഫീച്ചറാണല്ലേ. കാരണം അത്രത്തോളം സെൻസേഴ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ചുറ്റുപാടും എല്ലാം നിരീക്ഷിച്ച് ഒരുപാട് കാൽക്കുലേഷൻസും കണക്കുകൂട്ടൽ നടത്തിയിട്ട് ഒരു മനുഷ്യനെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചത് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഡ്രൈവറിൻ്റെ സഹായമില്ലാതെ അതിന് ഓടാൻ പറ്റുമെന്നുള്ള സത്യമാണ്. പക്ഷേ എല്ലാ രാജ്യങ്ങളും പൂർണ്ണമായിട്ടും അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ഡ്രൈവറൊന്നും വേണ്ട, അത് ഓടിക്കുമെന്നും പറയുന്ന സംഭവമൊന്നും ഇല്ല. എന്നാലും ഡ്രൈവർ ഉണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിക്കണമെങ്കിലൊക്കെ കഴിച്ച് തനിയെ ഓടിച്ച് അങ്ങനെ പോകാവുന്നൊരു സംവിധാനമാണ് ഭൂരിഭാഗം രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളത്. നമ്മൾ BYD പോലുള്ള കാറുകൾക്കും ഈ ഡ്രൈവർലെസ് ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ടാറ്റ മഹീന്ദ്ര പോലുള്ള കാറുകൾക്ക് ആ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ഈ ഓട്ടോ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വർഷങ്ങളെടുക്കും. കാരണം അത് അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. ടെസ്ലയൊക്കെ എത്രയോ വർഷം എടുത്ത്, എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് മുകളിലെടുത്താണ് ട്രെയിൻ ചെയ്തത് ഈ ഒരു മോഡലിനെ. അതായത് ചുറ്റുപാട് നിരീക്ഷിച്ചത് മനസ്സിലാക്കാനുള്ള മെഷീൻ ലേണിംഗ് അത്രത്തോളം വർഷങ്ങൾ വീണ്ടും ഇങ്ങനെ ട്രെയിൻ ചെയ്താണ് ഈ ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തി നിൽക്കുന്നത്. ഒരിക്കലും അതുപോലും 100% കേപ്പബിൾ അല്ല, അത് അത്രത്തോളം പെർഫെക്റ്റ് അല്ല. കാരണം അപകടങ്ങൾ ഉണ്ടാകും. കാരണം പെട്ടെന്നൊരു വാഹനത്തിൻ്റെ മുമ്പിലുള്ള വാഹനം ബ്രേക്കിട്ട് നിർത്തിയാണ്, നമ്മൾ ബ്രേക്കിട്ട് നിർത്തിയാണ്, അങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പുറകിൽ നിന്ന് വേറെ വണ്ടി വരുന്നുണ്ട്, സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, വളവുകളുണ്ടോ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ വീണ്ടും അവിടെ നീങ്ങാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത്രത്തോളം വർക്ക് ചെയ്യിപ്പിച്ച് 10 വർഷം കൊണ്ടൊക്കെയാണ് ഈ ഒരു മോഡലിനെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കമ്പനികൾ അങ്ങനെ എത്തണമെങ്കിൽ ഒരുപാട് കാലം പിടിക്കും, അതിന് ഒരുപാട് ടെക്നോളജി ഇനി ആവശ്യമാണ്. അപ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ആൾക്കാർ കൂടുതലായിട്ട് ഈ സെഗ്മെന്റിലേക്ക് പോകും, ടെസ്ല BYD പോലുള്ള കാറുകളിലേക്ക് തിരിയും. അപ്പോൾ കോട്ടം തട്ടുന്ന ആർക്കാണ്? നമ്മളുടെ കമ്പനികൾക്കാണ്. ടാറ്റ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വികാരം തന്നെയാണ്. പ്രധാനമായിട്ടും ശ്രീ രത്തൻ ടാറ്റയോടുള്ള ആ ഒരു സ്നേഹം ഒക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ഥാർ നമുക്കൊരു വികാരമാണല്ലേ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ കമ്പനികൾക്ക് കോട്ടം തട്ടുന്ന ഒരു സാഹചര്യം ഇതുകൊണ്ട് ഭാവിയിലുണ്ടാകും. ഇപ്പോഴില്ല, പക്ഷേ ഭാവിയിലുണ്ടാകും. വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ രാജ്യത്തെ കമ്പനികളായിട്ടുള്ള ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ നിർമ്മാണ കമ്പനികൾ വളരണമെന്നാണ്. ടെസ്ല വരട്ടെ, ടെസ്ല വരുന്നതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അത് കാരണം ഈ കമ്പനിക്ക് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചുകൂടാ. നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കമ്പനികളല്ലേ, അവർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ കൂടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അവരും വളരട്ടെ. കാരണം നമ്മൾ അമേരിക്കൻ സംഭവം അല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള സ്വദേശിവൽക്കരണം തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന കാര്യമായിട്ടുള്ള പദ്ധതികൾ ഗവൺമെൻറ് വർഷങ്ങളായിട്ട് ആവിഷ്കരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കമ്പനികൾ അവർക്കൊരു നഷ്ടം വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടെസ്ല പോലുള്ള BYD പോലുള്ള കാറുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്ക് ഗുണകരമാണോ? ഇന്ത്യൻ എക്കോണമിക്ക്, സാമ്പത്തിക മേഖലയ്ക്ക് ഗുണകരമാണോ ദോഷമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, പഞ്ചാബ് മെറ്റ് ലൈഫിന്റെ ലൈഫ് നിഫ്റ്റി 500 മൂവിന്റെ 50 ഇൻഡെക്സ് ഫണ്ട് NFOയുടെ തീയതി ഈ ഫെബ്രുവരി 28 അവസാനിക്കും. അതായത് വെറും 4 ദിവസം കൂടി മാത്രം. ഇവിടെ 2000 രൂപയിൽ തുടങ്ങി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു നീക്കിയിരിപ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിസ്മി അശ്മാടബലി സൈനിങ് ഔട്ട്.